വിളിച്ചു കഴിഞ്ഞാൽ ಫೈನ್ ಐ ವಿಲ್ ವಿಲ್ ನಾನು ಇಲ್ಲಿಂದ ಹೋಗ್ಬಿಡ್ತೀನಿ ಇಲ್ಲ ನಾನು എന്നെ ഇപ്പോ അല്ല എന്തായാലും അതൊരു ഗുരുഭക്തിയാണ്. ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്റെ ഗുരുവിനെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് കൊള്ളും. ഇത് തന്നെയാണ് മാഷെ. ഇത് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ സെബാസ്റ്റ്യൻ. ഓക്കെ, സി നമ്മൾ ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഭാഗമെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ റൂം ഇട്ടിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ ഒരു മലയാളത്തിലുള്ള ഡിസ്കഷൻ എൻ്റെ താല്പര്യത്തിലാണ്. മനസ്സിലായോ? അത് മലയാളത്തിൽ തന്നെ അല്ല, വിത്ത് ഓൾ റെസ്പെക്ട് എഡിസൺ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ റൂം. If you don't try to follow that, that means you are not trying to be with the room. Okay, so I am very sorry for the decision that we have taken. I don't understand why should I talk in Malayalam? That's for നിങ്ങൾ ഈ റൂമിൻ്റെ മര്യാദ എന്ന് പറഞ്ഞ സംഭവത്തെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഞാനെന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ then you can leave quietly. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം മലയാളത്തിൽ. മനസ്സിലായി? നമ്മൾ ഇല്ല അറിയാത്ത ആളാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ മലയാളത്തിൽ ഡിസ്കഷൻ കൊണ്ടുപോവുകയാണ്. മനസ്സിലായി? അത് അത്രയേ ഉള്ളൂ. മനസ്സിലായി? അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അല്ല, അവിടെ നമ്മളായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവരും മലയാളം ഇംഗ്ലീഷ് ശരിക്ക് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ തന്നെ, കാരണം മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട് നമ്മൾ, അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്. മനസ്സിലായി? ഇംഗ്ലീഷിലല്ല വേറെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഭാഷയിൽ സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ കൊണ്ടുവന്ന് സാമ്പാറിൻ്റെ കഷ്ണം അരിഞ്ഞിട്ടാൽ എങ്ങനെ ഇരിക്കും? അവിയൽ ഉണ്ടാക്കുമ്പോൾ. നമസ്കാരം. ഞാൻ ബിജു ആണേ. എന്നാ സാറേ, ഇതെല്ലാം കാര്യം എന്ന് പറഞ്ഞാലേ നമ്മൾ സംസാരിക്കുന്ന സൂക്ഷ്മമായ കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് മനസ്സിലാകുള്ളൂ. അപ്പൊ അല്ലാതെ വരുന്നവര് ഇങ്ങനെ ഓരോന്ന് പറയും, വെറുതെ കാര്യങ്ങൾ പറയും. അപ്പൊ അവർക്കത് മനസ്സിലാകുകയില്ല. തീർച്ചയായിട്ടും അതാണ് എൻ്റെ കുഴപ്പം. അല്ല, തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാകത്തില്ലെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവരെ നമ്മൾ അല്പം നമ്മളുടെ സ്പേസിലോട്ട് നമ്മളവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്പം. മനസ്സിലായ? നമ്മൾ അല്പം അവർക്ക് സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരത് സാവകാശം മനസ്സിലായി? ഒരു കല്ല് പൊട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100 അടി അടിക്കണമായിരിക്കും, അല്ലേ? അതെ, അത്രയേ ഉള്ളൂ. മനസ്സിലായ? നമ്മളെല്ലാവർക്കും നമ്മളൊരു അവസരം കൊടുക്കണം. പക്ഷെ അവരതിനകത്ത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ നമുക്കൊക്കെ ക്ലബ് ഹൗസിൻ്റെ മര്യാദ അനുസരിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കുകയല്ല. എന്ന് വെച്ചാൽ ആ ഒരു സൂക്ഷ്മമായ ബോധത്തിലോട്ട് അവരെത്തുകയില്ല. നമുക്ക് സ്ഥൂലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, അവരുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. പക്ഷേ ഇവൻച്വലി മെല്ലെ അതിനകത്തുനിന്ന് മാറ്റം ഉണ്ടാവും. എപ്പോഴും ആർക്കും ഉണ്ടാവും. ബലം പിടിച്ച ഒരാൾക്ക് അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ബലം പിടിച്ച ആർക്കും ഞാനെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളെടുത്ത തീരുമാനമാണ്, നമ്മളുടെ തീരുമാനമാണിത്. ഇത് ഞാനെടുത്ത തീരുമാനമല്ല. മനസ്സിലായ? അവിടെയാണ് അതിൻ്റെ നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. അതെ, എവിടെ നമ്മളെപ്പോൾ എടുത്തു, ഇത് നമ്മൾ വളരെ സൈലൻ്റായിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ് ഇതൊക്കെ. മനസ്സിലായ? ആ ഓട്ടത്തിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സാവകാശം തെളിഞ്ഞു വരികയാണ്. അത് ആവശ്യത്തിനനുസരിച്ച്, ഇപ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സമൂഹം പ്രവർത്തിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം ഉന്നമനത്തിന് വേണ്ടിയിട്ട് സമൂഹം ഒത്തിരി ചിലവാക്കുന്നുണ്ട്.
ഇല്ലേ? പക്ഷെ ആരും അറിയാറില്ല ഈ എഫോർട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓടിക്കൂടി ആ വ്യക്തിയെ സംരക്ഷിക്കാനും ആ വ്യക്തിയെ ഉണർത്തിക്കൊണ്ടുവരാനൊക്കെ സഹായിക്കും. പക്ഷേ ഈ വ്യക്തിക്ക് എങ്ങാനും വ്യക്തിത്വ ബോധം വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തൊട്ട് നേരെ എതിർക്കാനും തുടങ്ങും. അല്ലേ? നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രവണതയാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ശാരീരികമായിട്ടുള്ള അപകടത്തിൽ നിന്ന് എല്ലാ വിധത്തിലും രക്ഷിക്കാൻ നോക്കും. പക്ഷേ രക്ഷിച്ച് ആ വ്യക്തിക്ക് പ്രാപ്തി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എതിർക്കാനും തുടങ്ങും. മനസ്സിലായി? നേരെ മറിച്ചാണ് വേണ്ടത്. എങ്ങനെ? നിരന്തരം നമ്മളെല്ലാവരുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. ഒരാൾക്ക് അപകടം വരുമ്പോഴല്ല സഹകരിക്കാനുള്ള ആ ഒരു സഹായ മനോഭാവം ഉണ്ടാകേണ്ടത് അപ്പോഴല്ല. സഹകരണം എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അത് ഏറ്റവും ഊഷ്മളമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ആ സഹകരണ മനോഭാവം നിരന്തരം വേണ്ടതാണ്, അല്ലാണ്ട് വല്ലപ്പോഴും അല്ല. ഒരു അപകടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. മനസ്സിലായോ? നമ്മളെ പലപ്പോഴും നമ്മളെ നന്നായിട്ട് എതിർക്കുന്നവർ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവരും വന്ന് നമുക്ക് രക്തം തരികയോ അല്ലെങ്കിൽ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ആരോഗ്യത്തിലിരിക്കുമ്പോൾ, ആരോഗ്യത്തിൽ ഒരുമിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമിച്ചിരിക്കുന്ന ഭാഗം, അവിടെ തീവ്രമായിട്ട് നമ്മൾ ഒരുമിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യർ സമാധാനത്തിലേ ജീവിക്കത്തുള്ളൂ. കഷ്ടകാലം പിടിച്ചവനെ മാത്രം തിരഞ്ഞു പിടിച്ച് സഹായിക്കാൻ നടക്കുന്ന ടീമുകളുണ്ട് ഇവിടെ. മനസ്സിലായോ? നമ്മുടെ സമൂഹത്തിൽ കഷ്ടകാലം പിടിച്ചവരെ മാത്രം തിരഞ്ഞു പിടിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ പോകുന്നത്? ഇവർക്ക് കഷ്ടകാലം വരാനുള്ള കാരണം എന്താണ്? മനുഷ്യർ പരസ്പരം നല്ല വിധത്തിൽ സഹകരിക്കാത്തതുകൊണ്ടാണ്. എന്നുവെച്ചാൽ മനുഷ്യർ നല്ല വിധത്തിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ കഷ്ടകാലം ആർക്കും ഉണ്ടാകത്തില്ല. അവൻ സഹകരിക്കാൻ തയ്യാറാണ്. മനസ്സിലായി? ഒത്തൊരുമിച്ച് എല്ലാവരും ഇരിക്കുന്ന ഭാഗം, എല്ലാവരും ഇപ്പോൾ ഒരു ബസ്സിൽ കയറി, ഒരു ബസ്സിൽ ഒരാൾ കയറി വെച്ചും ബസ് തിരുവനന്തപുരത്തോട്ട് പോകുന്ന ബസ് ഇതിൽ കയറി വെച്ച് ഇത് എറണാകുളത്തോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? അത് ശരിയാകത്തില്ല. മനസ്സിലായ? അത് തിരുവനന്തപുരത്തോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് എറണാകുളത്തോട്ട് പോകണം. ഇപ്പം നമ്മളിവിടെ മലയാളത്തിൽ സംസാരിക്കുന്ന ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഇത് മലയാളത്തിൽ സംസാരിക്കുന്ന എന്നിട്ട് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, നമ്മൾ അവർക്ക് സാവകാശം കൊടുത്ത് ഓക്കെ, എന്നിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോഴും നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരെ മൂവ് ടു ഓഡിയൻസ്. അവർക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഓഡിയൻസിലോട്ട് ഇരിക്കും. അപ്പോൾ ഈ കൂട്ടരാരും ഓഡിയൻസിൽ ഇരിക്കുന്നില്ല. ദാറ്റ് മീൻസ് അവരുടെ ചില ഞാനെന്ന് പറഞ്ഞ ഭാഗം നടപ്പിലാക്കാൻ വേണ്ടി മാത്രം വരികയാണ്. അതിപ്പോൾ VS ആണെങ്കിലും പറഞ്ഞപ്പോൾ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയാണെങ്കിൽ അംഗീകരിക്കില്ല, നമ്മളാണെങ്കിൽ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ചെയ്തത് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് മാത്രം സ്ഥാനം കൊടുത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതങ്ങനെയാണ് ഇന്ന് മനുഷ്യർ. അവർ ചെയ്യുന്ന പ്രവൃത്തി അവരറിയുന്നില്ല. നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റുന്നില്ല. അൺഫോർച്ചുനേറ്റ്. സാരമില്ല, ഇവഞ്ച്വലി ഇവരും വന്നോളും നമ്മുടെ ഒപ്പം. മനസ്സിലായി? ഞാനെന്ന് പറഞ്ഞ മനോഭാവം വിട്ട് നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് എല്ലാവരും എത്തും. എല്ലാവരും നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ പ്രിറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വ്യക്തിപരമായിട്ട് സ്വാർത്ഥനായിട്ടിരിക്കുകയും അത് മറച്ചു വെക്കുകയും നമ്മളെന്ന് പറഞ്ഞ് അഭിനയിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് സമൂഹം ഇന്നിവിടെ പറയുന്നത്. ആക്ച്വലി നമ്മൾ വളരെ നഗ്നമായിട്ട് നമ്മളിലുണ്ടാകുന്ന ആന്തരികമായിട്ടുണ്ടാകുന്ന എല്ലാ അവസ്ഥയും പ്രകടിപ്പിക്കുകയും അതിൽ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയെ ശാരീരികമായിട്ട് നിലനിൽക്കുന്ന സവിശേഷതയെ അനുഭവത്തിൽ കൊണ്ടുവരികയും ശ്രദ്ധയിൽ കൊണ്ടുവരികയും അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഇത് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്ന്
സമൂഹം നിൽക്കുന്നത്. സമൂഹമാണോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ സമൂഹമില്ല. കാരണം ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിലുള്ള കുറേ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ അതൊരിക്കലും സമൂഹമാകത്തില്ല. ഒരിക്കലും അത് സമൂഹമാകത്തില്ല. സമൂഹമാകണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ അവർ കൂടുമ്പോഴേ സമൂഹമാകത്തുള്ളൂ. അവിടെ മാത്രമേ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത തെളിഞ്ഞു വരത്തുള്ളൂ. എന്തെങ്കിലും ഞാനെന്ന് പറഞ്ഞ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരുടെ കൂട്ടായ്മ അവിടെ ഒരിക്കലും ശാശ്വതമായിട്ട് നിലനിൽക്കത്തില്ല. ഒരിക്കലും നിലനിൽക്കത്തില്ല. അതിൽ രോഗ അണുക്കളുണ്ടാവും. നമ്മളെന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള അത് അനുഭവത്തിൽ കൊണ്ടുവരണം. അത് അനുഭവിച്ചാൽ മാത്രമേ ആ ഭാഗം തെളിഞ്ഞു വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമുക്ക് അവിടെ ഒരുപാട് സൗകര്യമുണ്ട്. ഇത് ഫിസിക്കലി ഒരു കൂട്ടായ്മയാണെങ്കിൽ അവിടെ അടിയും വഴക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ക്ലബ് ഹൗസും യൂട്യൂബും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫിസിക്കലി 10 പേരെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അടിയും വഴക്കേ ഉണ്ടാകത്തുള്ളൂ. എന്നുവെച്ചാൽ ക്ലബ് ഹൗസിലും യൂട്യൂബിലൊക്കെ ആയതുകൊണ്ട് ദേഹോപദ്രവം നടക്കുന്നില്ല. അത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഫിസിക്കൽ വയലൻസിലോട്ടാണ് പോകുന്നത്. മനസ്സിലായ? എവിടെയും മനസ്സിലായ? ഫിസിക്കൽ വയലൻസിലോട്ടാണ് പോകുന്നത്. ദേഹോപദ്രവം ചെയ്യുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത്. അതല്ലാണ്ട് സമാധാനപരമായിട്ട് 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാവും. എവിടെ 2 പേര് സമാധാനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു, ദേഹോപദ്രവം ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ഐക്യത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു, അതിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള മീഡിയകൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള മീഡിയാസ് ഉപയോഗിച്ച് മാത്രമേ, അല്ലാതെ വട്ടം വളഞ്ഞിരുന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചർച്ച നടക്കത്തില്ല. അവിടെ ചർച്ചയ്ക്കുള്ള യാതൊരു സാധ്യതയില്ല. കാരണം എല്ലാവരും ഞാനെന്ന് പറയുന്ന മനോഭാവത്തിലോട്ട് ആയിപ്പോയി, അകപ്പെട്ടുപോയി. എന്നിട്ട് ഗ്രന്ഥങ്ങളും ചില മഹാന്മാരെയൊക്കെ കോട്ട് ചെയ്തിട്ട് ശരി ഇതാണെന്ന് പറഞ്ഞ് അവർ ശരിയല്ലാത്ത അനുഭവത്തിലോട്ട് മാറുകയാണ്. ശരിയെപ്പറ്റി പറയുന്നവർ ശരിയല്ലാത്ത അനുഭവത്തിലോട്ട് മാറുകയാണ്. ആ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളായിട്ടിരിക്കുന്ന ഭാഗമേ ഉള്ളൂ ഞാനെന്ന് പറഞ്ഞ അവസ്ഥ. അതിൽ പ്രസക്തി ഉണ്ടാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെന്ന് പറയുന്ന അവസ്ഥയുടെ റിസൾട്ട് എന്താണ്? ഞാനെന്ന് പറഞ്ഞ ആളവിടെ മനോഹരമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒട്ടും എഫോർട്ട് കൊടുക്കാതെ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിൽ എഫോർട്ട് കൊടുത്ത് ഞാനെന്ന് പറഞ്ഞ അവസ്ഥ മനോഹരമായിട്ട് ജീവിക്കുന്നു. നമ്മളിൽ എഫോർട്ട് കൊടുത്ത് പരസ്പരം ഐക്യത്തോടും സത്യസന്ധമായിട്ട് സഹകരിക്കുമ്പോൾ ആ ഞാനെന്ന് പറഞ്ഞ ആരും അറിയാത്ത അവസ്ഥ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്ന ഭാഗത്തോട്ട് വരുന്നു. ഒട്ടും സ്വാർത്ഥത ആവശ്യമില്ല. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെന്ന് പറഞ്ഞ ഭാഗത്തോട്ട് മാറി ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ പരിപോഷിപ്പിക്കുവാൻ നമ്മളിൽ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നമ്മളായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അത് എല്ലാവരിലും തെളിയും. എല്ലാ മനുഷ്യരിലും ഞാനെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് സൈലൻ്റാണ്. ആ സൈലൻ്റായിട്ടിരിക്കുന്ന അവസ്ഥ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. നമ്മളായിട്ട് പ്രവർത്തിക്കുമ്പോൾ, നമ്മളായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതാണ് ജീവിതം. അപ്പം ഇത് നിരന്തരം പ്രവർത്തിക്കുന്നതാണ്. ഇതൊരിക്കലും താൽക്കാലികമല്ല. ഇത് നിരന്തരമാണ്. നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷം, നമ്മുടെ ശരീരം, ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള പ്രവർത്തനം കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നു. അവിടെയാണ് നമുക്ക് രാഷ്ട്രബോധം,
സാമൂഹ്യ പ്രതിബദ്ധത, അതൊക്കെ വളരെ നന്മയിലായിരിക്കും. ആരെയും വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒന്നും ഉണ്ടാകത്തില്ല. ആരോടും നമ്മൾക്ക് ദേഷ്യപ്പെടേണ്ടി വരത്തില്ല. ദേഷ്യപ്പെട്ടിട്ട് നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ ഒരിക്കലും അവിടെ സ്വീകാര്യമായിരിക്കുന്ന അവസ്ഥയിലോട്ട് വളരത്തില്ല. നമ്മൾ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിലെ ക്വാളിറ്റി കണ്ടിട്ട് അതിൽ ആ ക്വാളിറ്റിയെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മളെന്ന് പറഞ്ഞ ഒരു ട്രെയ്റ്റിലോട്ട് നമ്മൾ മാറുന്നത്, അല്ലെങ്കിൽ അനുഭവത്തിലോട്ട് മാറുന്നത്. അല്ലാണ്ട് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ നിഷേധിക്കുകയോ ഒഴിവാക്കുകയോ ഒന്നുമില്ല. ഞാൻ എന്നും അവിടെ ഉണ്ട്. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് എന്നും അവിടെ നിലനിൽപ്പുണ്ട്. ആ നിലനിൽപ്പിൻ്റെ തുടർച്ച തന്നെയാണ് സംഭവിക്കുന്നത്. ആ പറയും. തുടക്കത്തിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമുക്ക് ക്വാളിറ്റി കണ്ടെത്താൻ പറ്റും. അത് അഹങ്കാരമായിട്ടല്ല നമ്മുടെ ഉള്ളിൽ തെളിയുക. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അവിടെ അഹങ്കാരമായിട്ടാണ് ഞാനെന്ന് പറഞ്ഞ അവസ്ഥ തോന്നുന്നതെങ്കിൽ നമുക്ക് സഹകരണം ഒരിക്കലും പരിപൂർണമാകത്തില്ല, അല്ലേ? സത്യസന്ധത വരത്തില്ലല്ലോ. നമുക്ക് കാണാം. എങ്ങനെ കാണാം? കാരണം എനിക്കെന്തെങ്കിലും കിട്ടും. ശ്രദ്ധിക്കണേ, എനിക്കായിട്ട് എന്തെങ്കിലും കിട്ടും. ഇതാണ് അഹങ്കാരം. അഹങ്കാരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എനിക്ക് കിട്ടും, എനിക്ക് 10 കാശ് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ സൈഡിലോട്ട് ശരത്തിനെ മാറ്റാം. മനസ്സിലായി? അരുണിന് എതിരായിട്ട് ശരത്തിനെ ഉപയോഗിക്കാം. അപ്പോൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ, അഹങ്കാരത്തെ കൃത്യമായിട്ട് കാണാം. ഇതാണ് രോഗം. മനസ്സിലായി? ശരത്തിനെ ഉപയോഗിച്ച് അരുണിനെ എതിർക്കാനായിട്ട്. മനസ്സിലായി? ഇവിടെയാണ് കപടത വരുന്നത്. ഇതാണ് രോഗം. അരുണിനെ മറ്റൊരു വ്യക്തിക്ക് എതിര് മറ്റൊരാളെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് രോഗമല്ലേ? അല്ലേ? അതാണ് രോഗം. ഇതിൽ നിന്നാണ് നമ്മൾ രോഗിയാകുന്നത്. ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിക്ക് എതിര് മറ്റൊരാളെ ആക്കാനുള്ള ഒരു പ്രവൃത്തിയിലും നമ്മൾ ഇടപെടരുത്. മനസ്സിലായി? ഒരു കാരണവശാലും നമ്മൾ ഇടപെടരുത് അങ്ങനെ ഒരു ഭാഗത്ത്. എപ്പോഴും ഐക്യത്തിലും സ്നേഹത്തിലും. അരുൺ പറഞ്ഞത് തെറ്റാണ്. അതുകൊണ്ട് ശരത്തിനെ ഉപയോഗിച്ച് അരുണിനെ എതിർക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അരുണിൻ്റെ തെറ്റ് തിരുത്തപ്പെടുമോ? ഒരിക്കലും പെടത്തില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഒരാൾക്കും എതിരല്ല. മനസ്സിലായോ? ആർക്കും എതിരല്ല. അതായത് തുടർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്, അനുഭവത്തിൻ്റെ തുടർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതാണ് തെറ്റ്. എനിക്ക് അരുണിനെ ഉപയോഗിക്കാം, ശരത്തിനെ എതിർക്കാൻ അരുണിനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ടിന്യൂറ്റി പോയില്ലേ? എന്നിലെ അനുഭവജ്ഞാനം പോയി. ആ അനുഭവത്തിൻ്റെ തുടർച്ചയ്ക്ക് തടസ്സം വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? വേണ്ടാത്ത എന്തോ കാര്യം സാധിക്കാനാണ്. ജീവിതത്തിൻ്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കാനെന്ന ഭാഗം ഒരിക്കലും വരത്തില്ല. കാരണം ജീവൻ പ്രവർത്തിക്കുന്നത് നിരന്തരമാണ്. അത് ഞാനെടുക്കുന്ന തീരുമാനമല്ല, പ്രപഞ്ചമെടുക്കുന്ന തീരുമാനത്തിലെ ജീവൻ പ്രവർത്തിക്കത്തുള്ളൂ. ഇപ്പോൾ സയൻസ് പരാജയപ്പെടുന്ന ഭാഗം അവിടെയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഞാനെടുത്ത തീരുമാനമാണ്, അത് പ്രപഞ്ചം എടുത്ത തീരുമാനം ആകത്തില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന് എന്നും പരാജയം സംഭവിക്കുന്നത്. മനസ്സിലായി? ശാസ്ത്രം ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പരാജയപ്പെട്ടു പോകും, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം നമ്മൾ ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അറിയാം നശിച്ചു പോകുന്നു. നമ്മളെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ആവാനായിട്ട് ഞാനെന്ന് പറയുന്ന അഹങ്കാരത്തിൽ നിന്ന് നമ്മളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ആവാൻ നമുക്ക് എന്താണ് പ്രേരണ? അതായത് എനിക്ക് മാത്രമായിട്ട് വേണ്ടത്, ഇതാണ് നമുക്ക് മരണത്തിന് കാരണമാകുന്നത്.
എനിക്ക് മാത്രമായിട്ട് വേണ്ടത്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മാത്രം വേണം, വേറെ ആർക്കും അതറിയത്തില്ല. അങ്ങനെ എന്താ ഉള്ളത്? അങ്ങനെ ഒരു സാധനമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കിത് വേണം. എന്ത് വേണം? എന്ത് വേണം? നമ്മൾ ബഹളം വെക്കുന്നു, എനിക്ക് മാത്രം. മനസ്സിലായോ? എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ദാഹിക്കുന്നു അല്ലേ? എനിക്ക് ഉറങ്ങണം. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഭാഷ. അവിടെ നിന്നാണ് ഭാഷ ജനിക്കുന്നത്. അവിടെയാണ് ഭാഷ ജനിക്കുന്നത്. അത് ആർക്കും മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ട് അതിന് ഭാഷയെന്ന് വിളിക്കുന്നു. അതിൽ ജീവിക്കാൻ പറ്റുന്നില്ല, നിർത്താനൊട്ട് തയ്യാറുമല്ല. ഇത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കും നിനക്കും നമുക്കും മനസ്സിലാകും. അപ്പോഴാണ് എനിക്കും നിനക്കും മനസ്സിലാകുമ്പോഴാണ് നമ്മളാകുന്നത്, അല്ലേ?